104 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനാരായണ ഗുരു വിശ്രമിക്കാൻ ഉപയോഗിച്ച ചാരുകസേര ഇനി വൈക്കം ഓങ്കാരേശ്വരം ക്ഷേത്രത്തിൽ. വൈക്കം തലയാഴം ചേന്തുരുത്ത് ചെറിയാന്തറയിൽ കേശവന്റെ ഭവനത്തിൽ 104 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനാരായണ ഗുരു വന്നപ്പോൾ വിശ്രമിക്കാൻ ഉപയോഗിച്ച ചാരുകസേര വൈക്കം ഉല്ലല ഓങ്കാരേശ്വരം ക്ഷേത്രത്തിന് ചെറിയാന്തറ കുടുംബം കൈമാറി. 104 വർഷമായി ചെറിയാന്തറ ഭവനത്തിലെ അറയിൽ വിളക്ക് കൊളുത്തി പരിപാവനമായി സൂക്ഷിച്ചു വന്നിരുന്ന ചാരുകസേരയാണ് ശ്രീനാരായണ ഗുരു അവസാനമായി കണ്ണാടിയിൽ പ്രണവപ്രതിഷ്ഠ നടത്തിയ ഓങ്കാരേശ്വരം ക്ഷേത്രത്തിന് സമർപ്പിച്ചത്. വൈക്കത്തെ തലയാഴം ചേത്തുരുത്തിൽ അന്ധവിശ്വാസവും ദുരാചാരങ്ങളും ഗ്രാമവാസികളുടെ ജീവിതം ദുരിതപൂർണമാക്കിയപ്പോൾ ചെറിയാന്തറ കേശവന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. 1921 ജനുവരി 21 ചെമ്മനത്തുകര ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയ ശ്രീനാരായണ ഗുരുവിനെ ചെറിയാന്തറ കേശവന്റെ നേതൃത്വത്തിൽ ചെന്തുരുത്തിലേക്ക് കൊണ്ടുപോയി. ചെന്തുരുത്തിലെത്തിയ ശ്രീനാരായണ ഗുരു പ്രദേശത്തെ കാട് പിടിച്ച സ്ഥലങ്ങൾ വെട്ടിത്തെളിപ്പിച്ച് ദുരാചാരങ്ങൾ അവസാനിപ്പിച്ചു. 1 നൂറ്റാണ്ട് പിന്നിട്ടിട്ടും തലയാഴം ചേന്തുരുത്തിയിൽ സർപ്പാരാധന പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. ചെറിയാന്തറ ഭവനത്തിൽ ശ്രീനാരായണ ഗുരു വിശ്രമിച്ച ചാരുകസേര ഭവനത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് സ്ഥാപിച്ച് പൂജിച്ചു വരികയായിരുന്നു. കുടുംബത്തിലെ 3ാം തലമുറ ഗുരുദേവൻ ഉപയോഗിച്ച ചാരുകസേര കൂടുതൽ പേർക്ക് ദർശിക്കാൻ ക്ഷേത്രത്തിന് നൽകുന്നത് അഭികാമ്യമെന്ന വിശ്വാസത്തിലാണ് കൈമാറാൻ തീരുമാനിച്ചത്. ചെറിയാന്തറ കുടുംബാംഗം സന്ധ്യ ചാരുകസേര SNDP യോഗം വൈക്കം യൂണിയൻ പ്രസിഡന്റും ഓങ്കാരേശ്വരം ക്ഷേത്രം ദേവസ്വം പ്രസിഡന്റുമായ PV ബിനീഷിന് കൈമാറി. അമ്പലത്തിൽ പ്രതിഷ്ഠയ്ക്ക് വന്നപ്പോൾ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഗുരുദേവനെ ഇവിടെ കൊണ്ടുവന്ന്, ഇവിടെ സർപ്പാരാധന കൂടുതലായിട്ടുള്ള ഗ്രാമമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ഗുരുദേവനെ കൊണ്ടുവരാൻ വേണ്ടി കൊടുങ്ങല്ലൂരിൽ നിന്ന് വാങ്ങിച്ച കസേരയാണിത്. അത് ഞങ്ങൾ അന്ന് തൊട്ട് സൂക്ഷിച്ചു. ഇപ്പോൾ എൻ്റെ കാലമായപ്പോൾ ഞാനത് ഇങ്ങനെ അറയിൽ നല്ല ഭദ്രമായിട്ട് ഇതുവരെ സൂക്ഷിച്ചു. ഇപ്പോൾ എനിക്ക് ഇനിയുള്ള സാഹചര്യം എനിക്ക് പറ്റാത്തത് കൊണ്ട് ഞാനത് ഓങ്കാരേശ്വരത്തോട്ട് സമർപ്പിക്കും. അത് ഞാൻ പൂർണ്ണ മനസ്സോടുകൂടെ ഒത്തിരി സന്തോഷത്തോടുകൂടെ, എന്ന് വെച്ചാൽ 2 നേരം അവിടെ വിളക്ക് അതേപോലെ സംരക്ഷണവും കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ ഞാനവിടെ സമർപ്പിച്ചിരിക്കുകയാണ്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അവർ ഇത്രയും ഭംഗിയായിട്ട് വന്ന് ഇത് കൊണ്ടുപോയതിലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അലങ്കരിച്ച വാഹനത്തിൽ സ്ഥാപിച്ച ചാരുകസേര തലയാഴത്തെ വിവിധ കേന്ദ്രങ്ങൾ ചുറ്റി സ്വീകരണം ഏറ്റുവാങ്ങി. പൂത്താലങ്ങളുടെയും വാദ്യാഘോഷങ്ങളുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന ചാരുകസേര ആയിരക്കണക്കിന് ഭക്തരുടെ സാന്നിധ്യത്തിൽ SNDP യോഗം വൈക്കം യൂണിയൻ പ്രസിഡന്റ് PB ബിനീഷ് ക്ഷേത്രത്തിന് സമർപ്പിച്ചു. ആരാധനയൊക്കെ ഒരുപാടുണ്ടായിരുന്നൊരു കാലഘട്ടമായിരുന്നു. അവിടെയുള്ള ആൾക്കാർക്ക് അത് നടത്തിക്കൊണ്ടുപോകാനുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതറിഞ്ഞ് അവിടുത്തെ ഒരു നല്ല പ്രമാണിയും ആ നാട്ടിലെ വലിയൊരു ഗുരുഭക്തനുമായ ഒരാളായിരുന്നു കേശവൻ എന്നുള്ള ചെറിയാന്തറ കേശവൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഇതിനൊരു മാറ്റം വരുത്തണം എന്നുള്ള ആഗ്രഹത്തോടെ ഗുരുവിനെ ചെന്ന് കണ്ടു. അപ്പോൾ 1921 ജനുവരി 21 ഗുരു ചെമ്മനത്തുകരയിൽ പ്രതിഷ്ഠയ്ക്ക് വരുമെന്നുള്ള അറിയിപ്പ് കിട്ടി. ആ അറിയിച്ചതനുസരിച്ച് ജനുവരി 21 കേശവൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ചേന്തുരുത്തിൽ നിന്ന് കുറേ ആൾക്കാർ ചെമ്മനത്തുകരയിൽ ചെന്ന് ഗുരുവിനെ കാണുകയും ഗുരുവിനെ അവർ വള്ളത്തിൽ കയറ്റി ചെറിയാന്തറ കുടുംബത്തിൽ കൊണ്ടുവന്നു. അപ്പോൾ ഗുരു വരുമ്പോൾ ഇരിക്കാൻ അവർ കൊടുങ്ങല്ലൂരിൽ നിന്ന് കൊണ്ടുവന്നൊരു കസേരയായിരുന്നു ഇന്നവർ ഓങ്കാരേശ്വരം ദേവസ്ഥയിലേക്ക് തന്നിരിക്കുന്നത്. അതിനുശേഷം ഗുരു വന്നു പോയതിന് ശേഷം ആ നാട്ടിൽ ഒരു ദുരാചാരങ്ങളോ സർപ്പ ആരാധനകളോ ഇല്ലാത്തൊരു നാടായിട്ട് മാറാൻ സാധിച്ചു. ഇന്ന് അവിടെയുള്ളവരെല്ലാം വളരെ സന്തോഷത്തോടെയാണ് കഴിയുന്നത്. ആ ഗുരു വന്ന കസേര ഏതാണ്ട് 104 വർഷത്തോളം അവർ വീട്ടിൽ നല്ല ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ വിളക്കൊക്കെ വെച്ച് നല്ല പവിത്രമായി തന്നെ കാത്തു സൂക്ഷിച്ചു. അപ്പോൾ ആ കുടുംബത്തിലെ ഇളമുറയിൽപ്പെട്ട സന്ധ്യ എന്ന ഗ്രഹനാഥയ്ക്ക് അത് ഓങ്കാരേശ്വരം ദേവസ്വത്തിൽ തരണമെന്നൊരാഗ്രഹമുണ്ടായിരുന്നു. അതനുസരിച്ച് അവരിവിടെ ഒരു അറിയിപ്പ് തന്നു, ഞങ്ങളെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഈ ക്ഷേത്രത്തിലേക്ക് തരണമെന്നുള്ളൊരാഗ്രഹം പറഞ്ഞു. ഗുരുദേവനെ ഉപയോഗിച്ച ചാരുകസേര കൂടുതൽ പേർക്ക് ദർശിക്കുവാൻ പ്രണവപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് പുറത്ത് പട്ടുവിരിച്ചാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഓങ്കാരേശ്വരം ക്ഷേത്രം ദേവസ്വം വൈസ് പ്രസിഡന്റ് പ്രീജു കെ ശശി, ദേവസ്വം സെക്രട്ടറി KV പ്രസന്നൻ, ക്ഷേത്ര ആചാര്യ തങ്കമ്മ മോഹനൻ, പവനൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.